കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഇന്ന് ഞാൻ പ്രധാനമായി കാണിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തീയലാണ്. തീയലെന്ന് പറയുമ്പോൾ തേങ്ങ വറുത്തരയ്ക്കാതെ തീയൽ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള പിന്നെ തീയൽ. പുളിവെന്ന് വേണമെങ്കിലും പറയാം, വെണ്ടയ്ക്ക പുളിയെന്നും പറയാം. പുളിയെന്ന് പറയുമ്പോൾ ഇച്ചിരി നീട്ടി വെക്കണം. ഇത് ഇച്ചിരി അങ്ങോട്ട് നീട്ടാതെ ഇച്ചിരി ഒന്ന് കുറുവിയിട്ടു. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയും പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചില്ല, അത് പിന്നെ ഇച്ചിരി കടുക് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഇഞ്ചിയും ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് മയക്കിയെടുത്തിട്ട് ഈ വെണ്ടയ്ക്കയും പച്ചമുളകും സവാളയും കൂടെ ഇട്ട് ഇങ്ങനെ ഈ കണക്കിന് വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ വഴണ്ടി വരണം, എങ്കിലേ ഇത് നമുക്ക് ഒട്ടാതെ ഇരിക്കുകയുള്ളൂ. തേങ്ങ വറുത്തരയ്ക്കണമല്ല, നമ്മളിപ്പോൾ വെണ്ടയ്ക്ക തീയൽ വയ്ക്കുമ്പോഴേ നമ്മൾ കുറച്ചങ്ങോട്ട് ഇത് നല്ല പച്ച വാടി നല്ല ഇച്ചിരി അങ്ങ് വഴണ്ടി വന്നില്ലെങ്കിൽ കിഴുകിടാന്നിരിക്കും, കറി കിഴുകിടാന്നിരിക്കും. ഇതാകുമ്പോൾ നല്ല ഒന്നൊന്നായിട്ടിരിക്കും. വെണ്ടയ്ക്ക ഒന്നൊന്നായിട്ടായതിന് ശേഷമേ നല്ല ഇതായിട്ട് വന്നിട്ടേ നമുക്ക് ഇതിനകത്ത് പുളിവെള്ളം, ഇനിയിപ്പോൾ ഞാൻ നല്ല പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളവും ആ പാകത്തിന് ഉപ്പ് ഒഴിച്ച് വെള്ളവും ചേർത്ത് ഇത് 2 തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ പാകത്തിനാവും. കറിയുടെ നമ്മുടെ കുറുകി വരുമ്പോഴത്തേക്കും ഒരുപാട് കുറുകുറുപ്പല്ല, അറിയാമല്ലോ തീയലിൻ്റെ ഒരു ചെറിയ പരുവം. തേങ്ങ അരയ്ക്കാത്ത തീയൽ, പുളിയല്ല. വെണ്ടയ്ക്ക പുളി വയ്ക്കും, അത് ഇച്ചിരി നീട്ടിയിട്ടാണ് വയ്ക്കുന്നത്. ഇതാണ്. പിന്നെ ഇത് ക്യാരറ്റും ക്യാബേജും സവാളയും പച്ചമുളകും കൂടെ ഇട്ടൊരു മെഴുക്ക് പുരട്ടിയാണ്. അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ നട്ട ഒരു അച്ചിങ്ങപ്പയറുണ്ടായിരുന്നു, ചുമന്ന അച്ചിങ്ങപ്പയർ. അതും കൂടെ ഒരു 2 ചെറുതുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട്. ഇതിപ്പോൾ പാകമായി, വേണ്ട നല്ല എണ്ണയൊക്കെ വെച്ചിട്ട് നല്ല പാകമായി, ഉപ്പൊക്കെ ആയിട്ട് പാകമായിട്ടിരിക്കുകയാണ്. മീൻകറി ഇന്നലത്തെ ഉണ്ട്, അതുകൊണ്ട് ഇന്നും എൻ്റെ മീനില്ല. പിന്നെ അരി തിളച്ച് ഒരു വേവ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ തീ ഒന്ന് കുറച്ചിട്ടിരിക്കുകയാണ്. അരി ഒരു വേവായി കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ തീ കുറച്ചിട്ട് ഈ തിളച്ചിങ്ങനെ തൂവിക്കൊണ്ടിരിക്കുന്നു. ഈ അടുപ്പായതുകൊണ്ട് ആവി ഒട്ടും വെളിയിലോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ദൂരോട്ടിരിക്കാൻ നല്ല ചൂടാണ് കേട്ടോ. ആവി പുറത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത് തീ എല്ലാം കുഴഞ്ഞ് ഫ്രണ്ടിലോട്ട് വരികയാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ബാക്കിലൊരു കട്ട എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇച്ചിരി ഒന്ന് ആവി പോകാൻ വേണ്ടിയിട്ട്. മണ്ടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തോ അവർ പണിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ഇനിയിപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ശകലം ഉലുവപ്പൊടിയും കൂടെ ചേർക്കും. ശരി എന്നാലേ, അങ്ങനെ ഇന്നത്തെ കറി ഇതാണ്.